ആണ്ടുവട്ടം 6-ാം വാരം വെള്ളി. തിരുവചനം: സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാം തിരുവചനം. യേശു തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തിയപ്പോഴെല്ലാം മരിച്ചവരിൽ നിന്നുള്ള തൻ്റെ ഉയർപ്പിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു. കുരിശും കിരീടവും ഒരുമിച്ച് പോകും എന്നുള്ളത് ഒരു പ്രകൃതി നിയമം തന്നെ. കായിക മത്സരങ്ങളിൽ സ്വർണം നേടിയവനും പഠിത്തത്തിൽ റാങ്ക് കിട്ടിയവനും കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിര ഉത്സാഹത്തിൻ്റെയും കഥകളാണ് പങ്കുവയ്ക്കുവാനുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് 27 വർഷം ജയിലിൽ ആയിരുന്ന യാതനകൾ അനുഭവിച്ച നെൽസൺ മണ്ടേലയ്ക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിക്കും സഹനത്തിൻ്റെ നാൾ വഴികളാണ് പങ്കുവയ്ക്കുവാനുള്ളത്. നല്ല ഇടയനായ യേശു മുൻപേ നടന്ന് കുരിശും ചുമന്ന് നടന്ന് ആടുകൾക്ക് വഴി കാണിച്ചു തന്നു. ആടുകൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ട ബലിയാടാണ് യേശു. മുൻപേ നടന്ന യേശു തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ഒരു ബലിയായി സ്വർഗപിതാവിന് സമർപ്പിക്കുവാനാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അത് വ്യക്തമാക്കുന്നു. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ.